CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ്. രാജ്യത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ അംഗമുള്ള ഒരു ജില്ല, അതുപോലെ തന്നെ മെമ്പർമാരുള്ളൊരു ജില്ല, വലിയ രീതിയിൽ പ്രതിരോധമുള്ളൊരു ജില്ല. ആ ജില്ലയുടെ ചുമതല വീണ്ടും MV ജയരാജനിലേക്ക്. ഇത് പാർട്ടി എന്നെ ഏൽപ്പിച്ച വലിയൊരു ചുമതലയായിട്ട് ഞാൻ കാണുകയാണ്. അത് എല്ലാവരുമായും കൂടിയാലോചിച്ചും ജില്ലയിലെ പാർട്ടിയെ ആകെ ഒന്നിപ്പിച്ചണിനിരത്തിയും പാർട്ടിയുടെ വിപുലീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉപയോഗിക്കും. ജില്ലാ സമ്മേളനം അംഗീകരിച്ച 37 കടമകളുണ്ട്. ആ കടമകൾ ഓരോന്നും നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും. വർഗീയതക്കും വർഗീയ തീവ്രവാദത്തിനുമെതിരായിട്ടുള്ള ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കും. ആഗോളവൽക്കരണ നയത്തിനെതിരെയുള്ള പോരാട്ടം തുടരുകയും ചെയ്യും. ജനങ്ങളുടെ മനസ്സിൽ CPIM-ന്റെ സ്ഥാനം ഉയർത്താനുള്ള പരിശ്രമമാണ് നടത്തുക. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളുടെ ദാസന്മാരാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സംഘടിപ്പിക്കുക. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ പുതുതായിട്ട് കുറച്ചുകൂടി യുവത്വം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി യൂത്തായോ ജില്ലാ കമ്മിറ്റി? ജില്ലാ കമ്മിറ്റിയിൽ 4 പേർ 40 വയസ്സിന് താഴെയുള്ളവരാണ്. മാത്രമല്ല എല്ലാ സാമൂഹിക വിഭാഗത്തിൽ നിന്നും ആളുകളുണ്ട്. സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യവും ഉണ്ട്. അങ്ങനെ ജില്ലാ കമ്മിറ്റി സമ്മേളനം തിരഞ്ഞെടുക്കാൻ ഇടയായത് നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ വളരെയേറെ തഴക്കവും പഴക്കവുമുള്ള അവരുടെയൊക്കെ വിലപ്പെട്ട സേവനങ്ങൾ അതത് പ്രദേശത്തെ പാർട്ടിയെ വിപുലീകരിക്കുന്നതിന് പ്രയോജനകരമായിരുന്നു. അവർ പുതിയ സഖാക്കൾക്ക് വേണ്ടി നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ടുകൂടിയാണ്. അത് ഒറ്റ മനസ്സോടുകൂടിയാണ് അവരെല്ലാം ആ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ പാർട്ടിയെ പുതിയ ആളുകളും ചെറുപ്പക്കാരും ചൈതന്യമുള്ള യുവജനങ്ങളുടെ പ്രവർത്തനശേഷിയും പ്രായമുള്ളവരുടെ അനുഭവ സമ്പത്തും ഇത് രണ്ടും ചേർന്നുകൊണ്ട് CPIM-നെ ജില്ലയിൽ നയിക്കാൻ കഴിയും. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് മാറിയിട്ടുള്ള ജെയിംസ് മാത്യു ഇത്തവണ ജില്ലാ കമ്മിറ്റിയിലില്ല. അത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്? അല്ലല്ല, അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതാണ്. മാത്രമല്ല KP സഹദേവനും ജില്ലാ കമ്മിറ്റിയിലില്ല. അപ്പോൾ സ്വാഭാവികമായുള്ള തീരുമാനം മാത്രമാണ്. KP സഹദേവനെ സംബന്ധിച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. ജെയിംസ് മാത്യുവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത. അല്ല, പുതിയ കേഡർമാർക്ക് വേണ്ടിയിട്ട് ജെയിംസ് മാത്യു മാത്രമല്ല, പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രായത്തിൻ്റെ പ്രശ്നമില്ലാത്ത മറ്റ് ചില സഖാക്കളുമുണ്ട്. അവരെല്ലാം സ്വമേധയ പുതിയ സഖാക്കൾക്ക് വേണ്ടി മഴിമാറുകയാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വരുന്നത്. അന്ന് 97 അന്നൊക്കെ പാർട്ടിയുടെ വളരെ പ്രഗത്ഭമതികളായ സഖാക്കൾ അവരൊക്കെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾക്കൊക്കെ അവിടെ കമ്മിറ്റിയിലേക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. അത് സ്വാഭാവികം. ജില്ലാ കമ്മിറ്റിയിൽ പുറത്തു വരുന്ന കാര്യങ്ങളാണ് ചില തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ രൂക്ഷമായ രീതിയിൽ ജില്ലാ കമ്മിറ്റിക്ക് പയ്യന്നൂർ പോലുള്ള ഏരിയ കമ്മിറ്റികളിലുള്ള ചില പ്രശ്നങ്ങൾ, അതിന് പുറമെ PP ദിവ്യയുടെ വിഷയങ്ങൾ, ഇതെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐക്യകണ്ഠേന നിശ്ചയിച്ച സമയത്തിനേക്കാൾ മുമ്പ് എല്ലാ നടപടിക്രമവും പൂർത്തീകരിച്ച് നമ്മൾ പുറത്തിറങ്ങുമോ? യഥാർത്ഥത്തിൽ ജില്ലാ സമ്മേളനത്തിൽ നടന്ന ചർച്ച മുഴുവൻ ആരോഗ്യകരമായ വിമർശനവും സ്വയം വിമർശനവുമാണ്. അല്ലാതെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്തത്? ഇതായിരുന്നില്ല. പാർട്ടിയെ കുറച്ച് വിപുലപ്പെടുത്തണം, ജനങ്ങളുടെ സ്വാധീനം മെച്ചപ്പെടുത്തണം. ഇന്ന സ്ഥലങ്ങളിൽ പാർട്ടി കുറച്ച് ദുർബലമാണ്, അതിന് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അതുകൊണ്ടാണ് 37 കടമകൾ അംഗീകരിച്ച് ഐക്യകണ്ഠേന പിരിഞ്ഞത്. എന്തായാലും സമ്മേളനം വളരെ ഗൗരവത്തോടുകൂടിയുള്ള ചർച്ചകൾ പൂർത്തിയാക്കി അതിൻ്റെ സമയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 50 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി തന്നെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് MV ജയരാജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. CPIM-നെ സംബന്ധിച്ച്, പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പാർട്ടി മെമ്പർമാർ, പാർട്ടി അനുഭാവികൾ, വർഗ്ഗ ബഹുജന സംഘടനകൾ എല്ലാം തന്നെ വലിയ സ്വാധീനമായിട്ടുള്ളൊരു ജില്ല കൂടിയാണ് കണ്ണൂർ. ആ കണ്ണൂരിലെ ജില്ലാ സമ്മേളനമാണ് വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച സമയത്തിലും മുൻപ് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് MV ജയരാജൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബോശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.